ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് കുർത്തീസ് ടോപ്പുകളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോട്ടൺ മെറ്റീരിയൽ ഉള്ളതായിരുന്നു അല്ലാതും. അപ്പോൾ ചിലർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്സ് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വിലയും ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ ടോപ്പും ഞാൻ വാഷ് ചെയ്ത ശേഷം കുറച്ച് ഉപയോഗിച്ച ശേഷമുള്ള റിവ്യൂ ആണ് പറയണത്. ഈ എല്ലാ ടോപ്പുകളുടെയും സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ലാർജാണ്. മീഡിയം സൈസ് മതിയെങ്കിലും ലാർജ് എടുത്തതിൻ്റെ റീസൺ കഴുകി കഴിയുമ്പോൾ ചില ടോപ്പുകൾ ചുരുങ്ങി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അടുത്ത സൈസാണ് എല്ലാ ടോപ്പും എടുക്കാറുള്ളത്. ഓരോ ടോപ്പും വാഷ് ചെയ്ത ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ആദ്യത്തേത് ഈ ഒരു കോട്ടൺ കുർത്തിയാണ്. ഇതാണ് ഞാൻ കാണിക്കുന്ന കുർത്തീസിലെ ഏറ്റവും ലെങ്ത്ത് കൂടിയ മോഡൽ. ഇതിൻ്റെ 4 കളേഴ്സാണ് വരുന്നത്. കോളർ നെക്കും 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ഇത് വാഷ് ചെയ്ത ശേഷം ഇതിൻ്റെ കളർ പോവേ അല്ലെങ്കിൽ പ്രിൻറ്റ് പോവേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഈ ടോപ്പ് ചുരുങ്ങി അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു റെഡ് കളർ ടോപ്പാണ്. കോട്ടൺ തന്നെയാണ് ഇതിന് മെറ്റീരിയൽ വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡലാണത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നെക്ക് കുറച്ച് ഡീപ്പാണ് കേട്ടോ, വി ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ നെക്ക് കവർ വെച്ചിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യം അലക്കിയ സമയത്ത് കളർ ഇളകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അലക്കിയപ്പോൾ കളർ പോകുന്നുണ്ടായിരുന്നില്ല. കളർ ഫെയ്ഡ് ആയി പ്രിൻറ്റ് പോവുകയോ അങ്ങനെയൊന്നുമില്ല. അടുത്തത് വരുന്നത് പിങ്ക് കളറിലുള്ള ഈ ഒരു കോട്ടൺ കുർത്തിയാണ്. കോട്ടൺ മെറ്റീരിയൽ കുറച്ച് കനം കുറവുണ്ട്, വല്ലാതെയല്ല, ചെറുതായിട്ട് കനം കുറവാണ് ആദ്യത്തേത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ക്വാളിറ്റിയും കാര്യമൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ കുറേ തവണ വാഷ് ചെയ്തിട്ടും ഇങ്ങനെ തന്നെയുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷോർട്ട് കുർത്തിയാണ്. ആദ്യത്തെ കുർത്തീസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കുർത്തി ട്രൈ ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതും ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോട്ടൺ കുർത്തിയിൽ ചെറുതായിട്ട് പോളിസ്റ്റർ മിക്സിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ചൂടെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പ്രിൻ്റ് ഒന്നും ഫെയ്ഡായിട്ടും ഉണ്ടായിരുന്നില്ല. അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു കുർത്തിക്കും വന്നിട്ടുണ്ടായിരുന്നത്. ഈ ടോപ്പിൻ്റെ മെറ്റീരിയലും അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. നിഴലെറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ എടുത്ത ടോപ്പുകളിൽ വെച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണത്. വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട്. വാഷ് ചെയ്തപ്പോൾ കളർ ഇളകി അല്ലെങ്കിൽ ചുരുങ്ങി പോയി അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ ഈ മെറ്റീരിയൽ. ഇത് ലാർജ് സൈസിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരുവിധം കറക്റ്റ് സൈസിങ് ആയിരുന്നു. മീഡിയം മതി എനിക്ക്, പക്ഷേ ലാർജ് മീഡിയത്തിൻ്റെ പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് മീഡിയമാണ് ശരിക്കും ഈ ടോപ്പ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലാർജ് എടുക്കണതാവും നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ടോപ്പ് കിട്ടുക. രണ്ടാമത്തത് വരുന്നത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ വരുന്ന ടോപ്പാണ്. കോളർ നെക്കാണ്. കഴുത്ത് ഇങ്ങനെ സെൻറ്ററിൽ എത്തുമ്പോൾ വി പോലെ ഒരു ഷേപ്പിലാണ് വരുന്നത്. 3/4 സ്ലീവ്സ് ആണ്. അത്യാവശ്യം ഇറക്കുണ്ട്. സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട മോഡലൊരു ടോപ്പാണ് വരുന്നത്. ഇതിലാകെ ഒരു കാര്യമുള്ളത് ഇതിൻ്റെ നെക്ക് കുറച്ച് ഡീപ്പാണ് കേട്ടോ സെൻറ്ററിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കവർക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. ചിലവർക്ക് അത് കംഫർട്ടബിൾ ആവണമെന്നില്ല. അങ്ങനെയുള്ളവർ ഇങ്ങനെ യൂസ് ചെയ്യാം. ഫോട്ടോയിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് കളർ പോലെ കുറച്ച് തോന്നിയിരുന്നെങ്കിലും കിട്ടിയപ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഇല്ല ടോപ്പിന്. പക്ഷേ സാധാരണ കാണാത്ത ഒരു കളറായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നോർമലി ഒരു മീഡിയം സൈസാണ് എടുത്താൽ മതിയാവും. കാരണം ലാർജ് സൈസ് ഈ ടോപ്പിൻ്റെ ഇത്തിരി വലിപ്പം കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യേണ്ടിയും വന്നു. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഉപയോഗിക്കുന്നവർ മീഡിയം തന്നെ എടുത്താൽ മതി. മൂന്നാമത്തത് 235 രൂപ വരുന്ന ഈ ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇത് കുറേ കളർ വേരിയേഷനിൽ വരുന്ന ഒരു ടോപ്പാണ്. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് ഞാൻ എടുത്തത്. ഇതിൽ പിന്നെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. നേരത്തെ കാണിച്ച കോട്ടൺ മെറ്റീരിയലുള്ള കുർത്തീസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് കനം കുറവാണ് അതിനെക്കാട്ടും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രശ്നമില്ല. ഇത് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലാർജ് സൈസ് എടുത്തിട്ട് വാഷ് ചെയ്തെങ്കിലും ഇത് അങ്ങനെ വല്ലാതെ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 235 രൂപയെ പ്രൈസുള്ളൂ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോഴത്തെ വിലകൾ അറിയാൻ പറ്റും. എല്ലാം സാധാരണ 300 രൂപയിൽ താഴെയാണ് കാണിക്കാറുള്ളത്. ഓഫർ സമയത്താണെങ്കിൽ കുറവിനും ഈ ടോപ്പുകളെല്ലാം തന്നെ കിട്ടാറുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്തൊക്കെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.